നമസ്കാരം. ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പൽപ്പട ഇറാന്റെ മിസൈൽ പ്രതിരോധത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ആ കപ്പൽപ്പട. ചെങ്കടലിൽ അമേരിക്കയുടെ മിസൈൽ ഡിസ്ട്രോയർ കൊണ്ട് ഇറാനെ തകർക്കാമെന്ന് വിശ്വസിക്കുന്ന അമേരിക്കയോട് അത്തരത്തിലുള്ള ഭീഷണിയൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഇറാന്റെ പ്രതിരോധ സ്വരമെന്ന് പറയുന്നത്. അമേരിക്കൻ സൈനിക വിന്യാസം ഗൾഫ് മേഖലയിൽ ശക്തമായിട്ട് മുന്നേറുമ്പോഴും അല്ലെങ്കിൽ അതിനെ ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഗൾഫ് മേഖല യുദ്ധഭീതിയിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് ഇറാൻ രംഗത്തെത്തുന്നു. ഞങ്ങളോട് നിങ്ങളുടെ ഭീഷണി വേണ്ട എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭീഷണിയുടെ ഭാഷ ഇറാനോട് ചിലവാകില്ല എന്നും ബഹുമാനത്തിന് മാത്രമേ ബഹുമാനം നൽകൂ എന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുമ്പോൾ അതിലൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഈ വിരട്ടലും വിലപേശലുമൊന്നും ഇറാന്റെ അടുത്ത് വേണ്ട. പകരം ഞങ്ങളോട് സഹകരിക്കാമെങ്കിൽ, ബഹുമാനം നൽകുകയാണെങ്കിൽ തിരിച്ച് ബഹുമാനം നൽകുന്ന രീതിയിൽ ഞങ്ങൾ പെരുമാറുമില്ല എന്നുണ്ടെങ്കിൽ യുദ്ധമാണെങ്കിൽ കൃത്യമായിട്ടുള്ള യുദ്ധം നടപ്പിലാക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. ആണവ കരാറുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച വീണ്ടും പുനരാരംഭിക്കാനിരിക്കെയാണ് മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ യുദ്ധസമാനമാകുന്ന രീതിയിലേക്ക് എത്തപ്പെടുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്നോട്ടല്ല എന്ന് പെസഷ്കിയാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇറാൻ അത് വ്യക്തമാക്കി കഴിഞ്ഞു. അന്താരാഷ്ട്ര ആണവ കരാറുകൾ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരിക്കുവാൻ ഇറാൻ അവകാശമുണ്ട് എന്നും ഭീഷണിപ്പെടുത്തി ഇറാനെ ആരും കീഴ്പ്പെടുത്താമെന്ന് കരുതണ്ട എന്നുകൂടി പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നു. ഒമാനിൽ നടന്ന ചർച്ചകൾ പുരോഗതി ഉണ്ടാക്കി എന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നും പെസഷ്കിയാൻ പറയുമ്പോഴും, എന്നാൽ ഒരേ സമയം ചർച്ചയും ഉപരോധവും സൈനിക ഭീഷണിയും ഉയർത്തുന്ന അമേരിക്കൻ നിലപാടിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇറാന്റെ ആണവ നിലപാടുകളിലും ജനുവരിയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കുമെതിരെയുള്ള കർശന നടപടികളിലും പ്രതിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം വീണ്ടും അവിടെ ഒരു പടയൊരുക്കം നടത്തുന്നു. വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ നിലവിൽ അറബിക്കടലിൽ നിലയുറപ്പിച്ച സാഹചര്യമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി കേൾക്കുന്നതാണ്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് സുയസ് കനാൽ കടന്ന് ചെങ്കടലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യുദ്ധം തുടങ്ങിയാൽ ഇറാൻ നടത്താൻ ഇടയുള്ള മിസൈൽ ആക്രമണങ്ങളെ തകർക്കാനായിട്ടാണ് ഇപ്പോൾ മിസൈൽ ഡിസ്ട്രോയർ ഷിപ്പ് എത്തിച്ചത് എന്ന് കരുതപ്പെടുന്നു. ജോർദാനിലെ സൈനിക താവളത്തിൽ ഏകദേശം 12ഓളം F-15 യുദ്ധവിമാനങ്ങളും MQ-9 റീപ്പർ ഡ്രോണുകൾ അമേരിക്ക വിന്യസിച്ചു കഴിഞ്ഞു. ഗൾഫ് മേഖലയിൽ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകളും പട്രോളിംഗ് വിമാനങ്ങളും അമേരിക്ക സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരവസരത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് അവിടെ യുദ്ധം എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളതാണ്. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ പേരിൽ പ്രമുഖ പരിഷ്കരണവാദികളെ അറസ്റ്റ് ചെയ്തതും നൊബേൽ ജേതാവായിട്ടുള്ള നർഗസ് മുഹമ്മദിക്ക് വീണ്ടും തടവ് ശിക്ഷ വിധിച്ചതും അമേരിക്കയെ കൃത്യമായി ചൊടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതും മേഖലയിലെ സംഘർഷത്തിന് ആക്കം കൂട്ടി എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇറാൻ യുദ്ധത്തിന് ശേഷം ഒമാനിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഉപരോധങ്ങൾ നീക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ആണവ പദ്ധതിയോടൊപ്പം ഇറാന്റെ മിസൈൽ ശേഷിയും പ്രാദേശിക ഭീകര സംഘടനകൾക്കുള്ള പിന്തുണയും ചർച്ച ചെയ്യണമെന്ന് അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെടുകയാണ്. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ട് കൂടിയാലോചനകൾ നടത്തി വരികയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പൽപ്പട അണിനിരന്ന് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അണിനിരന്ന് നിൽക്കുന്നത് ഇറാനെ തച്ച് തകർക്കാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള സംശയമില്ല. യുദ്ധം ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ ഇറാന്റെ മിസൈൽ പ്രതിരോധത്തിൽ, അല്ലെങ്കിൽ മിസൈൽ വർഷത്തിൽ തകർന്ന് തരിപ്പണമാകാവുന്നതേ ഉള്ളൂ ഈ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള വീരവാദങ്ങൾ എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പൽപ്പട നങ്കൂരമിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉയർന്നു പൊങ്ങാൻ ശേഷിയുള്ള കരുത്തുറ്റ ഗ്രനേഡുകളും ഒപ്പം തന്നെ ഈ പറയുന്ന പോലുള്ള മിസൈൽ വർഷവുമൊക്കെ വളരെ ആസൂത്രിതമാണ്. അത് വളരെ പെട്ടെന്ന് അമേരിക്ക നടപ്പിലാക്കും, അല്ലെങ്കിൽ ട്രംപ് നടപ്പിലാക്കും. ആ അത്തരത്തിലുള്ള നടപ്പിലാക്കുകൾക്ക് മുന്നോടിയായിട്ടാണ് ഇറാന്റെ മിസൈൽ പ്രതിരോധം തീർത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഏത് വിധേനയും തിരിച്ചടിക്കും. ആ തിരിച്ചടി എന്ന് പറയപ്പെടുന്ന ക്രൂരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ രഹിതമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും. അത്തരത്തിൽ അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും മറ്റ് മനുഷ്യത്വ മൂല്യങ്ങളെക്കുറിച്ച് പോലും അവർ ആലോചിക്കുന്നില്ല. അവർ കൃത്യമായിട്ടുള്ള യുദ്ധം ചെയ്യുവാനാണ് തയ്യാറെടുക്കുന്നത്. അത് തികച്ചും പ്രാകൃതമായുള്ള രീതിയിലേക്കുള്ള ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഒപ്പം തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള ഡൊണാൾഡ്
ട്രംപിന്റെ ഭാഗത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ രീതികളാണ് അദ്ദേഹത്തിന് തിരിച്ചടി ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി എത്തപ്പെടുന്ന അമേരിക്കയുടെ കപ്പൽപ്പടയെ നിമിഷ നേരം കൊണ്ട് ഇറാന്റെ മിസൈൽ ശൃംഖലകൾ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളതാണ് വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ യുദ്ധം തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത്.